ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന ഷോറൂമിലേക്ക് ശ്രുതി ചോറുമായിട്ട് ചെന്ന് നമ്മുടെ ശ്രുതിനെ സോപ്പിടാന് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ആ സോപ്പിൽ പതഞ്ഞില്ല. നമ്മുടെ ശ്രുതി പറഞ്ഞു, നീ എന്റെ മുമ്പിൽ നിന്ന് പൊക്കോ, എനിക്ക് നിന്നെ കാണണ്ട, നീ ചോറ് തന്ന് എന്നെ അങ്ങോട്ട് വീഴ്ത്താന്ന് വെച്ചെങ്കിൽ അത് നടക്കൂല ഇവിടെ എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഒരു ഇതുമില്ല കേട്ടോ, നമ്മുടെ ശ്രുതിയുടെ മനസ്സ് അങ്ങോട്ട് അലിയുന്നില്ല. ആ ഏലസ് കെട്ടിക്കൊടുത്തിട്ടും ഒരു അലിവും ശ്രുതിയുടെ മനസ്സിനില്ലേ എന്ന് നമ്മുടെ ശ്രുതി ചിന്തിക്കുകയാണ്. കാരണം ആ ഒരു ഏലസിന് ഒരു ശക്തി ഇല്ലാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ പിന്നെ എന്താ ഞാൻ ഈ ചോറൊക്കെ പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് വന്നിട്ടും ശ്രുതിക്ക് എന്നോട് സ്നേഹമില്ലാത്തത്? അവൻ ഇപ്പോഴും അവന്റെ അമ്മയോടാണല്ലോ സ്നേഹം, അപ്പൊ അത് ചുമ്മാ കള്ളയലസാണോ എന്റെ ഈശ്വര എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് നമ്മുടെ ശ്രുതി അങ്ങ് പോയി കേട്ടോ. ശ്രുതി സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ശ്രുതി വീഴും. എന്നാ പിന്നെ എങ്ങനെയെങ്കിലും വീട്ടിൽ കയറി പറ്റാം, ചന്ദ്രോദയത്തിൽ കയറി പറ്റാന്നൊക്കെ ഓർത്ത് വന്നത്. പക്ഷെ അതൊന്നും നടന്നില്ല. എല്ലാം മറ്റേ വെള്ളത്തിൽ വരച്ച വര പോലെ ആയിപ്പോയി. ലാസ്റ്റ് അവിടെ നിന്ന് തോറ്റു തുന്നം പാടി നാണം കെട്ട് പോകേണ്ടി വന്നു ശ്രുതിക്ക്. ഏതായാലും ചെറിയൊരു മനസ്സലിവൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ശ്രുതിക്ക്. ചന്ദ്രയോടാണ് കൂടുതൽ ദേഷ്യം. ആ ദേഷ്യം ഏലസ് കിട്ടിയതിന്റെ ആ ഒരു ദേഷ്യം ചന്ദ്രയോട് കാണിക്കുന്നുണ്ട്. പതുക്കെ പതുക്കെ അല്ലേ നമ്മുടെ ശ്രുതിയോടുള്ള സ്നേഹമൊക്കെ പുറത്ത് വരത്തുള്ളൂ. എന്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ടല്ലോ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതി പൂവൊക്കെ കൊടുക്കാനായിട്ട് പോവാണ്. അപ്പൊ രേവതി ഒരു ഡോക്ടറുടെ വീട്ടിലാട്ടോ പൂവ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ ഒരു ഡോക്ടറുടെ വീട്ടിൽ പൂവ് എടുക്കാൻ പോകുന്ന കാര്യം. അങ്ങനെ ആ ഡോക്ടറുടെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ആ ഡോക്ടറിന്റെ വൈഫ് വാതിൽ തുറന്നിട്ട്, ഇതാര് രേവതിയോ, പൂ കൊണ്ടുവന്നോ, കേറി വാ രേവതി എന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിക്കുന്നു. അപ്പൊ എനിക്ക് സമയമില്ല, ഞാൻ പോകുക ചേച്ചി എന്ന് പറയുമ്പോൾ, നീ ഇങ്ങോട്ട് കേറി വാ, ഏതായാലും വന്നതല്ലേ എന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിച്ചു. അകത്തേക്ക് വിളിച്ചപ്പം നമ്മുടെ രേവതി അകത്തേക്ക് കയറി ചെന്നപ്പോൾ അവിടെ ആ ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടറാണ് നമ്മുടെ വർഷേനെ, അതായത് അതൊരു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറാണ്. അപ്പം നമ്മുടെ വർഷേനെ നോക്കിയായിരുന്നല്ലോ, ഒരു ഡോക്ടർ നോക്കിയിട്ടാണല്ലോ വർഷ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞത്. അപ്പൊ ആ ഡോക്ടറാണ്. അപ്പൊ ആ ഡോക്ടർ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിനെ കണ്ട ഉടനെ തന്നെ ആദ്യം തിരക്കുന്നത് വർഷയ്ക്ക് സുഖമാണോ, വർഷ സുഖമായിട്ടിരിക്കുന്നു എന്നാണ്. അപ്പോഴത്തേക്കും വർഷ സുഖമായിട്ടിരിക്കുന്നു, നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ ഡോക്ടർ, അവൾക്ക് പ്രശ്നം കുഴപ്പമൊന്നുമില്ല, അവൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ, അല്ല അവള് പ്രഗ്നന്റ് അല്ലേ, അവള് പ്രഗ്നന്റ് ആയിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അവള് പ്രഗ്നന്റോ? അതെ അവള് പ്രഗ്നന്റ് ആയിരുന്നു, അവള് ഹോസ്പിറ്റലിൽ വന്നായിരുന്നു, ഞാന് പറഞ്ഞായിരുന്നു പ്രഗ്നന്റ് ആയുള്ള റിപ്പോർട്ടൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, ആണോ, ഇത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. അപ്പൊ ഇത് ശ്രീകാന്ത് പറഞ്ഞു കാണില്ല. ഇനി ശ്രീകാന്ത് അറിഞ്ഞോന്ന് എനിക്ക് അറിയത്തില്ല, ഏതിലും ഞങ്ങളോട് ഇത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അതെന്തൊരു പരിപാടി വർഷം കാണിച്ചത്? സാധാരണ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അറിയുമ്പം, ഇങ്ങനെയുള്ള സന്തോഷ വാർത്ത അറിയുമ്പോഴത്തേക്കും കുടുംബത്തിലെ എല്ലാവരോടും പറയേണ്ടതല്ലേ എന്ന് പറയുമ്പോൾ, അതെനിക്ക് അറിയില്ല, ഇനി സർപ്രൈസ് ആയിട്ട് വല്ലതും പറയാൻ വെച്ചേക്കാണോ എന്ന് എനിക്ക് അറിയില്ല ഡോക്ടർ. ഏതായാലും ഞാൻ പോവുക ചേച്ചി, ഇന്നാ പൂ ഇന്നാ പിടിച്ചോ എന്ന് പറയുമ്പോഴത്തേക്ക്, ഇന്ന പൈസ എന്ന് പറയുമ്പോൾ ഇന്ന് പൈസ വേണ്ട, പിന്നെ പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞ് ഈ ഒരു സന്തോഷ വാർത്ത കേട്ട ഉടനെ നമ്മുടെ രേവതി ഇറങ്ങി പോവാണ്. ഈ ഭയങ്കര സന്തോഷം കേട്ടോ രേവതിക്ക് ഇത് കേട്ട ഉടനെ തന്നെ. ഏതായാലും ഈ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല്, നമ്മുടെ സച്ചി ടാക്സി സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ടാക്സി സ്റ്റാൻഡിൽ വലിയ ഓട്ടോ ഒന്നും ഇല്ല കേട്ടോ. അപ്പം അവരിങ്ങനെ ഓട്ടത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കൂട്ടുകാർ തമ്മില്. അപ്പോഴാണ് നമ്മുടെ ഈച്ച വന്നത്. ഈച്ചേനെ കണ്ട ഉടനെ തന്നെ, എടാ നിന്റെ പെണ്ണ് എന്തിയേ, അല്ല നീ ഏതാണ്ട് പെണ്ണിനെ ആയിട്ട് ഇങ്ങോട്ട് വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നീ ശപഥം ചെയ്ത് ഇറങ്ങിയിട്ട് എന്നാ പറ്റിയെന്ന് ചോദിക്കുമ്പോ, എന്റെ പൊന്ന് സച്ചി, ഇത് വലിയ പ്രശ്നം, ആ പെങ്കൊച്ച് വീഴുന്നൊന്നും കേസില്ല, അതിപ്പോ എങ്ങനെയാ വീഴ്ത്തുന്നത് എന്നിട്ട് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞപ്പം, വീഴ്ത്തുന്നത് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു തരാം. അവളെ സ്ഥിരം കാണുമ്പോ നീ അവളെ നോക്കി ഒന്ന് ചിരിക്കണം. പതുക്കെ പതുക്കെ ഒരു ദിവസം ചിരിച്ച്, 2 ദിവസം ചിരിച്ച്, 3-ാമത്തെ ദിവസം അവളോട് നീ അവളുടെ പേരെന്താണ്, അവളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ അന്വേഷിക്കണം. എന്നിട്ട് പറയണം, കുട്ടീനെ കണ്ടപ്പോൾ മുതൽ ഒരു സംഭവം എടുത്തിട്ട് എന്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചു, നല്ല കാര്യമാണ്, കുട്ടീനെ കണ്ടപ്പോൾ മുതലാണ് ഇത് സംഭവിച്ചത്, കുട്ടി നല്ല ഐശ്വര്യമുള്ള കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കണം. പെൺകുട്ടികളെ വീഴ്ത്താൻ പറ്റിയ ഏറ്റവും വലിയ ട്രിക്കാ ഈച്ചയത്. അപ്പൊ നീ അങ്ങനെ ഒന്ന് സംസാരിച്ച് നോക്കാൻ പറഞ്ഞപ്പോ, അങ്ങനെ സംസാരിച്ച അവള് വീഴുവോ? അല്ല ഇതൊക്കെ എങ്ങനെ സച്ചിക്കറിയാം? അപ്പൊ നീ ഇതിലും മാസ്റ്റർ പീസ് ആണല്ലേ? അതെ ഞാൻ മാസ്റ്റർ പീസാ. ഞാൻ ഇങ്ങനെയല്ലേ അവളെ പ്രേമിച്ചത്. ആരെ പ്രേമിച്ചു? അപ്പൊ സച്ചി നിനക്ക് പ്രേമമുണ്ടോ? അയ്യോ അപ്പൊ രേവതി? ഇടപൊട്ട, രേവതിയുടെ കാര്യം തന്നെയാ പറഞ്ഞത്. ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാ രേവതിനെ പ്രേമിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ. എന്നാലേ വെയിറ്റ് ചെയ്യേ സച്ചി, ഞാനേ ചിരിച്ചു കാണിക്കാം.
ഇങ്ങനെ ചിരിച്ചാൽ മതി എന്ന് പറയണേ, ആ പെങ്കൊച്ചിനെ കാണുമ്പോഴെന്ന് പറഞ്ഞുകൊണ്ട് ഒരു 3-4 സൈസ് ചിരി നമ്മുടെ ഈച്ച പാസ്സാക്കുന്നുണ്ട്. അയ്യോ പെറ്റ തള്ള സഹിക്കത്തില്ല, അതുപോലത്തെ ചിരിയായി പോയി. സച്ചി പറഞ്ഞു ഇങ്ങനെ ചിരിച്ചിട്ടുണ്ട് ആ പെണ്ണ് ജീവനും കൊണ്ട് ഓടുകയുള്ളൂ, നീ ദയവേത് ഇങ്ങനെ ചിരിക്കരുത്, നീ ചിരിക്കാതെ അങ്ങ് ചെന്നാൽ മതി, നീ ചിരിച്ചിട്ടുണ്ട് പിന്നെ നിനക്ക് ഒരിക്കലും ആ പെണ്ണെ കാണാൻ പറ്റത്തില്ലെന്ന്. അപ്പം അത്രയ്ക്ക് മോശമാണോ സച്ചി എന്റെ ചിരി? ഇച്ചിരി മോശം ഈച്ച നിന്റെ ചിരി, നീ പല്ല് വെളിയിലിടണ്ട, അതാ നല്ലതെന്ന് പറഞ്ഞു കേട്ടോ. എന്നാൽ ഈ ഒരു സമയത്താണ് നമ്മുടെ രേവതി സച്ചിനെ ഫോൺ വിളിക്കുന്നത്. അങ്ങനെ രേവതി ഹലോ സച്ചേട്ടാ എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചു. അപ്പൊ എന്താ രേവതി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ സച്ചേട്ടാ ഒരു സന്തോഷ വാർത്ത പറയാനാട്ടോ ഞാൻ വിളിച്ചത്. അതെ നമ്മുടെ വർഷ പ്രഗ്നന്റാ. വർഷ പ്രഗ്നന്റ് ആണെന്നോ? ആ അതെ. ഓഹോ അന്നതെ ഞാൻ ഇപ്പൊ അങ്ങോട്ടേക്ക് വരിക എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി ഫോണും കട്ട് ചെയ്തു. ഇതേ സമയം പിന്നെ ദേവുവിനെ കാണിക്കുന്നുണ്ടേ, നമ്മുടെ രേവതിയുടെ അനിയത്തി. അങ്ങനെ ദേവു ഇങ്ങനെ സ്കൂട്ടിയിൽ ഇങ്ങനെ പറന്നടിച്ച് വരുമ്പോഴത്തേക്കും അവിടെ ചെക്കിങ് നടക്കുകയാണ്. ഹൈവേ പോലീസ് അല്ല, ട്രാഫിക് പോലീസ് ചെക്കിങ് നടത്തുക. അപ്പൊ അതിൽ നമ്മുടെ അരുണും ഉണ്ട് കേട്ടോ, അതായത് ദേവുവിന്റെ കാമുകൻ അരുൺ. പക്ഷെ അവിടെ ഇന്ന് വേറൊരു ഉദ്യോഗസ്ഥനും കൂടെ ഉണ്ട്, നമ്മുടെ അരുണിന്റെ മേലുദ്യോഗസ്ഥനും കൂടെ ഉണ്ട്. അപ്പം ഹെൽമെറ്റ് വെക്കാതെയാണ് ഈ ദേവു വരുന്നത്. അങ്ങനെ ദേവുവിനോട് പറയാണ് മര്യാദയ്ക്ക് ഹെൽമെറ്റ് എടുത്ത് വെച്ചോ, ഇല്ലെങ്കിൽ ഫൈൻ അടിച്ചിട്ട് പോകാൻ പറഞ്ഞപ്പോ ഹെൽമെറ്റ് എന്റെ കയ്യിൽ ഇല്ലല്ലോ, അതിപ്പം എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞിട്ട് തമാശ രൂപേണ നമ്മുടെ ദേവു അരുണിനോട് സംസാരിക്കുമ്പോൾ അരുൺ ഇച്ചിരി സീരിയസ് ആട്ടോ. തൊട്ടടുത്ത് മേലുദ്യോഗസ്ഥൻ നിൽക്കുമ്പം അങ്ങനെ സീരിയസ് ആകാനല്ലേ പറ്റത്തുള്ളൂ. അത് നമ്മുടെ ദേവുവിന് മനസ്സിലായി. അപ്പം ദേവുവിനോട് പറഞ്ഞു പരിചയമുള്ളവരാന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഫൈൻ അടയ്പ്പിക്കാതിരിക്കാൻ പറ്റത്തില്ല, വേണമെങ്കിൽ ഞാൻ പൈസ തരാം ഫൈൻ അടയ്ക്കാന്ന് പറയുമ്പോൾ ഓ നിന്റെ ഔദാര്യം എനിക്ക് വേണ്ട, ഞാൻ പൈസ കൊടുത്ത് ഫൈൻ അടച്ചോളാം, ഇതെന്റെ കൂട്ടുകാരിയുടെ വണ്ടിയായിരുന്നു, ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാൻ വേണ്ടി എടുത്തതാ, അവൾ ഇത് കൊടുക്കാൻ പോവാന്നാ പറഞ്ഞത്, എന്നാ ഫൈൻ പിടിച്ചോന്നും പറഞ്ഞിട്ട് നേരെ ഫൈനും അടച്ചിട്ട് നേരെ അങ്ങ് വിട്ടടിച്ച് പോവുകയാണ് നമ്മുടെ ദേവു. എന്നിട്ട് ഈ ഒരു സമയത്ത് അതിന്റെ പുറകെ രേവതിയും വരുന്നുണ്ട്. രേവതി വന്നിട്ട് ഈ ട്രാഫിക് പോലീസുകാർ കൈ ഇങ്ങനെ നീട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നിർത്താൻ പറഞ്ഞപ്പോ എവിടെന്ന് നമ്മുടെ രേവതി ഭയങ്കര സ്വപ്നം കാണിച്ചാണ് കേട്ടോ. വണ്ടിയിലിരുന്ന് നമ്മുടെ വർഷയുടെ ശ്രീകാന്തിനെ കുഞ്ഞിനെ സ്വപ്നം കാണുകയാണ്. ഒരു പെൺകുഞ്ഞാണ് ഉണ്ടാകുന്നത്. ആ കുഞ്ഞിനെ രേവതിയും സച്ചിയും കൊഞ്ചിക്കുന്നതും വർഷയും ശ്രീകാന്തും കൊഞ്ചിക്കുന്നതും ഇവരെല്ലാവരും കൂടി ചേർന്നിരുന്ന് കൊഞ്ചിക്കുന്നതും ഒക്കെ കണ്ടിങ്ങനെ സ്വപ്നം കണ്ടിങ്ങനെ പകൽ സ്വപ്നം കണ്ടി ഇങ്ങനെ പോവുക. പോലീസ് കൈ കാണിച്ചിട്ടിട്ട് നിർത്തിയതുമില്ല. അപ്പോഴത്തേക്കും അരുൺ പറഞ്ഞു അയ്യോ സാറേ ദേ ആ പെണ്ണ് പോയല്ലോ, വാ നമുക്ക് ഫോളോ ചെയ്യാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ ചെറിയ എന്തോ കേസാ, ആ പെണ്ണ് എന്തൊക്കെയോ ആലോചിച്ചോണ്ടാ പോകുന്നതെന്ന് ഇങ്ങനെ ആ മേലുദ്യോഗസ്ഥൻ പറഞ്ഞിട്ട് അതൊക്കെ വിട്ടുപിടിയാതെ പോട്ടെ, എങ്ങോട്ടാന്ന് വെച്ചാൽ ചെന്ന് കയറട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അരുൺ പറഞ്ഞു ഈ കേട്ട ആ പെണ്ണ് കയറി പോയതെങ്കിൽ ഏതേലും വണ്ടിയുടെ അടിയിൽ ചെന്ന് കയറാനാ സാറേ ചാൻസ് എന്ന് പറയുമ്പോ എന്തേലും കാണിക്കട്ടെ, ആ ഒരു ചീളി കേസിന്റെ പുറകെ പോകേണ്ട കാര്യം നമുക്കില്ലല്ലോ, നമ്മുടെ വില കുറഞ്ഞു പോകും, അതൊരു വീറ പെണ്ണല്ലേ എന്ന് പറഞ്ഞിട്ടങ്ങ് എന്താ പറയാ ആ പോലീസുകാരൻ അങ്ങനെ തള്ളി വിടുകയും ചെയ്തു കേട്ടോ. നമ്മുടെ സച്ചി രേവതിനെ പിടിക്കാനായിട്ട് പോയുമില്ല, രേവതിനെ ഫോളോ ചെയ്ത് പോയൊന്നുമില്ല. അപ്പം രേവതി അങ്ങ് പോയി. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് വർഷ ഡബ് ചെയ്യാണ്. അപ്പൊ വർഷ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വർഷയ്ക്ക് അങ്ങോട്ട് എന്ത് ഡബ് ചെയ്തിട്ടും അങ്ങ് ശരിയാകുന്നില്ല. താഴെ ഇരുന്ന് മാഷ് പറയുന്നുണ്ട്, അതായത് ഡബിങ് മാഷ് പറയുന്നുണ്ട് അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ്, എന്ത് പറ്റി വർഷ നിനക്ക്, സാധാരണ ഇങ്ങനെ നിനക്ക് പറ്റാറുള്ളതല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ എന്താന്ന് എനിക്ക് അറിയില്ല സാറേ, ഒന്നും കിട്ടണില്ലെന്ന് പറയുമ്പോൾ അന്ന ഒന്ന് റിലാക്സ് ചെയ്തിട്ട് മതി എന്ന് പറയാ. ഈ സമയത്തൊക്കെ വർഷയുടെ മനസ്സിലൂടെ അബോഷൻ എന്ന ആ ഒരു ഇത് അതിങ്ങനെ ധ്വനിച്ച് അങ്ങനെ അബോഷൻ ആക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഈ ഡബ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും പുള്ളിക്കാരിക്ക് അങ്ങ് ക്ലിക്കാകാത്തത്, അങ്ങ് കിട്ടാത്തത്. വേറൊരു കാര്യം മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് നടക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, നമുക്ക് ഒരു കാര്യത്തിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്ര ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോഴത്തേക്കും സുധി കയറി വരികയാണ്. അപ്പൊ സുധി കയറി വന്ന ഉടനെ തന്നെ ഇതെന്താടാ നീ ഇത്ര നേരത്തെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും അത് പിന്നെ എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ തോന്നി, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നെന്ന് പറയുമ്പോ വന്ന് നിനക്ക് ഒരു ശ്രദ്ധയും ഇല്ല, നീ എന്താടാ ഇങ്ങനെ, നിനക്ക് കുറച്ച് സമയം കൂടെ അവിടെ നിൽക്കത്തില്ലായിരുന്നോ? തോന്നുമ്പോ പോകുന്നു, തോന്നുമ്പോ വരുന്നു, ഇങ്ങനെയാണെങ്കിൽ അത് അടുത്ത് തന്നെ പൂട്ടും. ആ കള്ളി പോയതോടെ നിന്റെ താളം തെറ്റിയോ? നിന്നോട് ഞാൻ പറഞ്ഞതൊക്കെ മറന്നോടാ, നീ എന്താടാ ഇങ്ങനെ? അല്ല നീ എന്താ ഒന്നും മിണ്ടാത്തത്, മറുപടി പറയണ്ടത്, നിന്റെ നാക്കിറങ്ങിപ്പോയോ? അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ അവിടെ ചന്ദ്രയെന്ന് കിടന്ന് വിളിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു ഇതേ എന്നെ രവിയേട്ടൻ വിളിക്കാൻ, ഞാൻ ഇപ്പം രവിയേട്ടൻ്റെ അടുത്ത് പോട്ടെ, ബാക്കി ഞാൻ വന്നിട്ട് പറയാന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, നമ്മുടെ ചന്ദ്ര അങ്ങ് പോയി. അപ്പോഴത്തേക്കും അവിടെ സുധി വീണ്ടും അങ്ങനെ നിന്നു. അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഈ അയൺ ബോക്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അയൺ ബോക്സിന്റെ അങ്ങോട്ടങ്ങോ ഫോൺ കൊണ്ടുവച്ചതും കൈ അങ്ങ് പൊള്ളിപ്പോയി. അപ്പൊ ചന്ദ്ര ഇതെന്താടാ നീ കാണിച്ചത്,
നീ എന്തിനാ അയൺ ബോക്സിന്റെ അവിടെ കയറി പിടിച്ചെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അമ്മയ്ക്ക് എന്നെ ബുദ്ധിയില്ല, അമ്മ മനഃപൂർവ്വം ചെയ്തതല്ലേ, അമ്മ മനഃപൂർവ്വം എന്റെ കൈ പൊള്ളിക്കാൻ വേണ്ടി ചെയ്തതല്ലേ, അയൺ ബോക്സ് ആരെങ്കിലും ഓൺ ചെയ്തിട്ട് പോവോ, അതുവരെ ഞാന് തുണി തേച്ചോണ്ടിരിക്കുവല്ലേ, അപ്പൊ മറന്നുപോയി ഓഫ് ആക്കാന്. ഓ, എത്ര കൂളായിട്ട് അമ്മ പറയുന്നത് മറന്നുപോയെന്ന്. ഓ എടാ, ഇത് ഓട്ടോമാറ്റിക്കാ, താനെ ഓഫ് ആയിക്കോളും, ഇസ്തിരിപ്പെട്ടിക്ക് ഒന്നും പറ്റത്തില്ല. ഓ, ഇസ്തിരിപ്പെട്ടിക്കൊന്നും പറ്റിയിട്ടില്ല, പക്ഷെ കണ്ടോ എന്റെ കൈ പൊള്ളിയില്ലേ, അയ്യോ ഇനി ഞാൻ എന്ത് ചെയ്യും. ഓ, ഫോൺ കോപ്പനിക്ക് കലി വരുന്നുണ്ട്, കുറച്ചൊക്കെ സെൻസ് വേണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ്. അപ്പോഴത്തേക്ക് ചന്ദ്ര, ഇവനെന്താ ഇങ്ങനെ, ഇവൻ എന്നോട് ഇങ്ങനെ ഒന്നും സംസാരിക്കാറില്ലല്ലോ, ഈ ഏലസ് കിട്ടിയതിൽ പിന്നെ ഇവൻ എന്നോട് സ്നേഹത്തോട് സംസാരിച്ചിട്ടില്ല, എപ്പോഴും ചാടിക്കടിക്കാനാണല്ലോ ഇവ വരുന്നതെന്ന് മനസ്സിലൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ്. ഏതായാലും നമ്മുടെ സുധിയുടെ കൈ നന്നായിട്ട് അങ്ങ് പൊള്ളു കേട്ടോ. ചന്ദ്രയ്ക്കാണ് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് ഇത് എന്തായിരിക്കും, ഏതായാലും ആ ഏലസിനി വേണ്ട, ആ ഏലസ് അങ്ങ് ഊരി കളഞ്ഞേക്കാം, ഇതുകൊണ്ടായിരിക്കും എന്റെ മോൻ എന്നോട് ദേഷ്യപ്പെടുന്നതെന്നും പറഞ്ഞ് നമ്മുടെ സുധിയുടെ ഏലസ് അങ്ങോട്ട് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. പൊട്ടിച്ചെടുത്ത് കളഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ഒരു ആശ്വാസമായി. ഏതായാലും ഈ സമയത്ത് നമ്മുടെ രേവതി സന്തോഷ വാർത്തയുമായിട്ട് ഓടി വരികയാണേ. നമ്മുടെ വർഷ പ്രഗ്നന്റ് ആണല്ലോ, ഭയങ്കരമായിട്ട് സ്പീഡിനാ വരുന്നത്. പുറകെ നമ്മുടെ ആരാ, സച്ചീവ് ഉണ്ട്, സച്ചീവ് എത്തി. അങ്ങനെ സച്ചി രേവതി അകത്ത് കയറി വന്നിട്ട് സച്ചി, കള്ള ശ്രീകാന്തിനെ ഇങ്ങ് വിളിച്ചേ, എടാ ശ്രീകാന്തേ, അച്ഛാ ഇങ്ങ് വന്നേ, സുധി ഇങ്ങ് വന്നേടാന്ന് പറഞ്ഞു എല്ലാരെയും വിളിച്ചു വരുത്തി കേട്ടോ. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിച്ചു, എന്താടാ, എന്ത് പറ്റി, നല്ല സന്തോഷത്തിലാണല്ലോ, എന്താ പറ്റിയത്? എങ്ങനെ സന്തോഷിക്കാതിരിക്കും. അപ്പൊ ശ്രീകാന്ത് ചോദിച്ചു, എന്താ കാരണം? ഓ, അത് നീ അങ്ങ് പറ, എനിക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല ശ്രീകാന്ത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ എടുത്തു പൊക്കി കറക്കാണ് കേട്ടോ. രേവതി പറഞ്ഞു, സച്ചേട്ടാ താഴെ ഇറക്ക്, താഴെ ഇറക്ക്, സച്ചേട്ടൻ എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഓ, എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു, അല്ല നിങ്ങൾക്കല്ല സന്തോഷം, ആ സന്തോഷത്തിന് കാരണം എങ്ങനെ ഞാൻ അറിയാനാ? നീയും വർഷയും മറച്ചു വെച്ച കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞു. എടാ, ഇനി അത് മൂടി വെക്കാനൊന്നും നിക്കണ്ട, അതങ്ങ് പറഞ്ഞേരെ. എനിക്കിന്ന് മനസ്സിലാവുന്നില്ല, ഞങ്ങൾ എന്തോ മറച്ചു വെച്ചെന്നായി പറയുന്നത്. അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു, എന്തുവാടാ നീ പറയുന്നത്? ദേ ഈ അച്ഛാ ഇവൻ അറിയാം, ഇവന് കാര്യങ്ങളൊക്കെ അറിയും, ഇവൻ വേറും കള്ളനാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്തിനെ അതിലെ മൊത്തം ഇട്ട് ഓടിക്കാണ് കേട്ടോ. ചന്ദ്ര പറഞ്ഞു, എടാ നിർത്തറ, എന്തായി കാണിക്കുന്നത്, എടാ കള്ളോ സത്യം പറയടാ, എടാ കള്ളോ സത്യം പറയടാ എന്ന് പറഞ്ഞ് വീണ്ടും ഇങ്ങനെ ഓടിക്കാണ് കേട്ടോ. നമ്മുടെ സച്ചി ശ്രീകാന്തിനെ വട്ടം ചുറ്റിക്കുകയാണ്. അങ്ങനെ സത്യം പറ സത്യം പറ സത്യം പറ സത്യം പറ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അല്ലാതെ നമ്മുടെ ശ്രീകാന്തിന് സത്യം അറിയാമോ സത്യം പറയാനായിട്ട്? ഈ സമയത്ത് സുബി പറയുന്നുണ്ട്, നീ ഒന്ന് പറഞ്ഞു തോലക്കട എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ തുറന്നു പറയാന്ന് പറയുമ്പോഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞു, എന്റെ അച്ഛനാണെ സത്യം എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. ഇത് അച്ഛനെ പിടിച്ച് സത്യം ചെയ്യരുത്. അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു, ശ്രീകാന്ത് അല്ല, രവീന്ദ്രൻ പറഞ്ഞു, അവൻ എന്നെ പിടിച്ച് കള്ളസത്യം ഒന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞപ്പോ, ഓ അപ്പൊ ഇത് സത്യമല്ല, അപ്പൊ അച്ഛനെ പിടിച്ച് ഇവൻ കള്ളസത്യം ചെയ്യും. ഇവന് അച്ഛനാകാൻ പോവുക. ഈ സന്തോഷം ഇവൻ നമ്മളിൽ നിന്ന് മറച്ചു വെച്ചതാ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവനിട്ട് 2 പെട കൊടുക്കുകയല്ലേ ചെയ്യേണ്ടതെന്ന്. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് ഒറ്റ ചിരി, ഞാൻ അച്ഛനാകാൻ പോവാണെന്നോ? ആര് പറഞ്ഞു? വെറുതെ ആളെ പറ്റിക്കാൻ ആരോ പറഞ്ഞതാ, നിങ്ങളെ ആരോ പറ്റിച്ചതാന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, ഞങ്ങളെ ആരോ പറ്റിച്ചിട്ടില്ല, വർഷ പ്രഗ്നന്റ് തന്നെയാ. ഞങ്ങൾ പൂ കൊടുക്കാൻ പോയപ്പോഴത്തേക്കും ആ ഡോക്ടർ എന്നോട് പറഞ്ഞത് വർഷ പ്രഗ്നന്റ് ആണെന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്തും വർഷ പ്രഗ്നന്റ് ആണോ? ഈ ഒരു സമയത്ത് ചന്ദ്രയ്ക്കും രവീന്ദ്രനൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ ഇത് കേട്ട ഉടനെ തന്നെ. പക്ഷെ ശ്രീകാന്ത് വല്ലാത്ത ഷോക്കിലായി പോയിട്ടോ. ശ്രീകാന്ത്, അല്ല സത്യമാണോ എടത്തി? എടാ സത്യമാടാ, നിന്നോടൊപ്പം വർഷ പറഞ്ഞില്ലേ? ഇല്ല, അവൾ എന്നോട് പറഞ്ഞില്ല. ഏതായാലും ഈ സമയത്ത് രേവതി പറഞ്ഞു, എടാ ടെൻഷൻ ആകാതെ, ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ, അന്ന് ഫുഡ് പോയിസൺ അടിച്ചെന്ന് പറഞ്ഞ് നിങ്ങളെ പോയില്ലായിരുന്നോ ഡോക്ടറെ കാണാൻ, അന്നാണ് പ്രഗ്നന്റ് ആണെന്ന് ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, അന്ന് ഇവനും കൂടെ പോയായിരുന്നല്ലോ അവളുടെ കൂടെ, അപ്പൊ പിന്നെ എന്തുകൊണ്ട് ഇവനോട് പറഞ്ഞില്ല? അല്ല ഡോക്ടർ അവളോട് മാത്രം പറഞ്ഞു. അതെന്താ നീ അറിയാത്തത്? ഇല്ല, ഞാൻ അറിഞ്ഞില്ല, എന്നോട് പറഞ്ഞുമില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നുമില്ല എന്താ സംഭവിച്ചെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര, അല്ല അവൾ എന്തിനാ ഇത് ആരോടും പറയാതെ മൂടി വെച്ചത്? എന്റെ പൊന്നു ചന്ദ്രൻ, നീ ഒന്ന് സമാധാനപ്പെടാതെ ഇത്രയും വലിയ വിഷയമാക്കല്ലേ. ചിലപ്പം അവള് പിന്നീട് എപ്പോഴെങ്കിലും പറയാം, സർപ്രൈസ് ആക്കാമെന്നൊക്കെ വിചാരിച്ചു കാണും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവള് മനസ്സിൽ കരുതിയിട്ടുണ്ടായിരിക്കും. അത് തന്നെ, അതൊക്കെ വിട്. ഏതായാലും ഇപ്പം പണി പറ്റിച്ച് ഈ കള്ളനില്ലേ, ഈ കള്ളൻ, അവനൊരു സമ്മാനം കൊടുക്കേണ്ട സമയമായി, ഇവൻ പണി പറ്റിച്ച് നിൽക്കല്ലേ എന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ സുധി അങ്ങ് വീക്കായി പോയിട്ടോ. സുധി ആണെങ്കിൽ എന്താ പറയാ, വല്ലാണ്ട് അങ്ങ് ആയി പോയി കേട്ടോ. കാരണം സുധിയുടെ സ്വപ്നമായിരുന്നു ഈ വീട്ടിലൊരു കുഞ്ഞു പിറക്കുക, അതും സുധിയുടെ കുഞ്ഞു വേണോ ആദ്യം പിറക്കാനെന്ന്. ഏതായാലും നമ്മുടെ രവീന്ദ്രൻ
ശ്രീകാന്തിനെ പിടിച്ച് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നത് കണ്ട് ഭയങ്കരമായിട്ടും സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ സുധി. എന്റെ ദൈവമേ, ഇനി എന്താ ചെയ്യാനാ, എന്തൊക്കെ സ്വപ്നമായിരുന്നു. ആദ്യത്തെ കുഞ്ഞ് തന്റെ ആയിരിക്കണം, ചന്ദ്രോദയത്തെ പറക്കണ്ടേ എന്ന് വിചാരിച്ച സുധിയാണ് ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത്. ഏതായാലും ഈ സീൻ കാണിച്ച് ഇന്നത്തെ വിശേഷം അവസാനിക്കട്ടെ ചെയ്യുന്നു. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത വിശേഷവുമായിട്ട് വരാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.